ചേടാ ഈ പയർ കൊണ്ടുവന്നിട്ട് ചേരാൻ വെള്ളം ഇതിനകത്ത് ഒഴിക്കത്തില്ലേ? അതെ, അറിഞ്ഞോ? കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം കുറിക്കാൻ നമ്മുടെ നിയമത്ത് സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. നമ്മുടെ രാജീവ് ചന്ദ്രശേഖരല്ലേ? ഇടി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ചരിത്രപരമായി വിജയിപ്പിച്ചിട്ട് അങ്ങനെ വേറൊരു കഴിവും കൂടാണ് അല്ലേ? പിന്നെ നമ്മുടെ നാടിന് വികസനം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല, ഷുവറാണ്. രാജീവ് ചന്ദ്രശേഖരന് കിട്ടുന്ന വിശ്വാസവും സ്വീകാര്യതയും ഇപ്പോഴേ നിയമത്ത് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അതെ അതെ. പിന്നെ നമ്മുടെ നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചില്ലേ, അതുപോലുള്ള കയ്യാങ്കൾ ഇരുന്നി നടക്കത്തില്ല. IT മേഖലയിലെ അറിവും കാഴ്ചപ്പാടും ഈ മണ്ണിലേക്ക് പ്രയോഗിക്കാൻ അദ്ദേഹം വരണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അതെ, വെറുതെ ഒന്നും അല്ല, അദ്ദേഹത്തിന് കരുത്ത് പേർന്നതേ നമ്മുടെ മോദിജിയും NDA പ്രവർത്തകരുമാ. ചുമ്മാതാണോ? ശരിയാ. എന്താ വിചാരിച്ചേ? അദ്ദേഹത്തെ പോലെ കാഴ്ചപ്പാടുള്ള വേറെ ആൾക്കാരും ഉണ്ട്. ആരൊക്കെയാണെന്നറിയാവോ? K. സുരേന്ദ്രൻ, V. മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, R. ശ്രീലേഖ, അനൂപ് ആന്റണി തുടങ്ങിയവരെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടെന്നേ. പിന്നെന്തോ വേണം? ഇവരെല്ലാം കേരളത്തിനെ പ്രതീക്ഷ നൽകുന്ന നല്ല കരുത്തുറ്റ നേതാക്കന്മാരാ. പിന്നൊരു കാര്യം, ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ NDA ചരിത്ര വിജയമാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി നീ കണ്ടു, മാറാത്തത് മാറും, നമ്മുടെ കേരളം വളരും. എനിക്ക് ഇഷ്ടമില്ലയോ? ഇഷ്ടമാണ്. എന്നാ അയ്യോ.